എൻ്റെ പേര് ആതിര റെജി. ഞാൻ എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത ടൂട്ടൽ വഴിയാണ്. സിൻസ് എൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങി സ്റ്റെല്ല മാം എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. സ്റ്റെല്ല മാം തന്നെയല്ല, അവിടുത്തെ ഓരോ സ്റ്റാഫും ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്തു. ബിക്കോസ് ഒരു ചെറിയ മെസ്സേജ്, ഒരു ചെറിയ ഡൗട്ട് ചോദിച്ചാൽ വരെ വിത്തിൻ സെക്കൻഡ്സിൽ അതിന് റിപ്ലൈ തരുമായിരുന്നു. എല്ലാ കാര്യങ്ങളും A to Z അവർ നമ്മളെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ ഒരു ചെറിയ മിസ്റ്റേക്ക് ആണെങ്കിലും എന്നെ ഒത്തിരി അവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ IQNൻ്റെ കാര്യം, IQNൽ ആതിര മാം, മിന്നു മാം ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ആ ഒരു ഗൈഡൻസ് വെച്ചിട്ട് മാത്രമാണ് ഞാനത് സ്റ്റഡി ചെയ്തത്, അതിൽ പാസ്സാകാൻ പറ്റിയത്. പിന്നെ എസ്പെഷ്യലി എടുത്തു പറയേണ്ട കാര്യം ഓസ്കിയുടെ കാര്യമാണ്. ഓസ്കി ഞങ്ങൾ എയർപോർട്ടിൽ വന്ന് മീൻസ് ഒരു പുതിയ കൺട്രിയിലേക്ക് വരുന്നത് പോലെ ഒന്നുമില്ല. തലേദിവസം തന്നെ ഇവിടുന്ന് എല്ലാവരും കോൺടാക്റ്റ് ചെയ്തു. അവർ മാക്സിമം സപ്പോർട്ട് ചെയ്തു. ഞങ്ങളെ എയർപോർട്ടിൽ വന്നു പിക്കപ്പ് ചെയ്തു. ഹോസ്റ്റൽ ഇവിടെ അക്കോമഡേഷൻ തന്നു. അക്കോമഡേഷൻ മാത്രമല്ല, വിത്ത് ക്ലാസ്സസ് അക്കോമഡേഷനോട് അടുത്ത് തന്നെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് 24 hours പ്രാക്ടീസ് ചെയ്യാൻ പറ്റി. എസ്പെഷ്യലി ജീന മാം ആൻഡ് ക്രിസ്റ്റഫർ സാർ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. എൻ്റെ പേഴ്സണലി എനിക്ക് ഓസ്കിനെ പറ്റി ബേസിക്കായിട്ടൊരു നോളജും ഇല്ലായിരുന്നു. ബട്ട് ജീന മാമിൻ്റെ ഓൺലൈൻ സെക്ഷനും ഇവിടെ വന്നിട്ടുള്ള മോക്ക് ടെസ്റ്റ്, അതുപോലെ തന്നെ മോർണിംഗ് ടു ഈവനിങ് അവർ ടൈം ലിമിറ്റ് ഇല്ലാണ്ട് ഞങ്ങൾക്ക് ടീച്ച് ചെയ്ത് തരുമായിരുന്നു. കറക്ഷൻസ് തരുമായിരുന്നു. ഇൻഡിവിജ്വൽ കറക്ഷനായിരുന്നു. അത് പ്രത്യേകം എടുത്തു പറയണം. ഇത്രയും സ്റ്റുഡൻസിൻ്റെ ഇടയ്ക്ക് നിന്ന് ഇൻഡിവിജ്വൽ കറക്ഷൻ തരിക എന്ന് വെച്ചാൽ അത് അവർക്ക് മാത്രമേ അതിന് സാധിക്കത്തുള്ളൂ. എക്സാമിന് പോയപ്പോഴായാലും ഇവിടുത്തെ മോക്ക് ടെസ്റ്റ് കഴിഞ്ഞ് എക്സാമിന് പോയതുകൊണ്ട് ഒട്ടും ടെൻഷനില്ലായിരുന്നു. ചെയ്യാൻ പറ്റുന്നു 100% കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം ഇവിടെ അത്രയ്ക്ക് പ്രാക്ടീസ് തന്നിട്ടുണ്ടായിരുന്നു. എല്ലാ നഴ്സസിനും ഞാൻ ന്യൂസിലാൻഡ് പ്രോസസ്സിന് വേണ്ടിയിട്ട് ടൂട്ടൽ റെക്കമെൻഡ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്.